ബൗളർമാരുടെ പെർഫോമൻസ് ഇങ്ങനെ പറയുകയായിരുന്നു. പക്ഷെ അതിനിടയിലാണ് നമുക്കറിയാം സിംബാബ്വേക്കെതിരായ മത്സരത്തിൽ ശിവം ദൂബെ എറിഞ്ഞ 2 ഓവർ. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് പന്ത് കൊടുക്കേണ്ടിയിരുന്നോ എന്ന് പോലും നമ്മൾക്ക് ചിന്തിച്ചു പോയതാണ്. എവിടെയാണ് ഒരു മാറ്റം വരേണ്ടത്? അപ്രോച്ചിൽ എവിടെയാണ് ഇന്ത്യൻ ബൗളർമാരുടെ അപ്രോച്ചിൽ എവിടെയാണ് ഒരു മാറ്റം വരേണ്ടത്? സ്വാഭാവികമായി വരുൺ ചക്രവർത്തി നമ്മൾ വലിയ പ്രതീക്ഷയോടെ നോക്കുകയാണ്. ഇംഗ്ലണ്ടിന്റെ ബാറ്റർമാർ വരുണിനെ എങ്ങനെ നേരിടും? വരിഞ്ഞു മുറുക്കാനാകുമോ വരുണിന് ഇംഗ്ലണ്ടിന്റെ ബാറ്റർമാരെ എന്നൊക്കെ നമ്മൾ നോക്കുകയാണ്. ഇന്ത്യൻ ബൗളർമാരിൽ ഒരു പക്ഷേ ഏറ്റവും മൂർച്ചയുള്ളത് ഇന്ന് ആരായിരിക്കും? ഒരു കാര്യം സംശയമില്ലാതെ പറയാം, ഓവർ 7 to 14 നമ്മുടെ എല്ലാ മത്സരങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യ വിജയിച്ചിട്ടുള്ളതും സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തോൽവി. കാരണം 3 വിക്കറ്റ് ആദ്യം നമ്മുടെ ഓപ്പണർ ബോളേഴ്സ് എടുത്തതിന് ശേഷം നമ്മൾ ആ മത്സരം തോൽക്കുക എന്ന് പറയുന്നത്, അത് നമ്മുടെ 7 to 14 ആ 7 ഓവറാണ് ഇപ്പൊ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടിരിക്കുന്നത്. ആ ഓവേഴ്സിൽ 8 ഓവറിലാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടിരിക്കുന്നത്. ആ 8 ഓവറിലാണ് ഇന്ത്യ വിജയിക്കുവോ തോൽക്കുവോ എന്നുള്ളത് കാണുന്നത്. നമ്മളിപ്പോ എല്ലാ മത്സരവും നമ്മൾ നോക്കിയാൽ ശരി, ഇപ്പം താങ്കൾ പറഞ്ഞ സിംബാബ്വെ മത്സരത്തിന്റെ കാര്യം നമ്മൾ വിജയിക്കുന്നത് തീർച്ചയായും. അതുകൊണ്ടായിരിക്കാം ശിവം ദുബെക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടിക്കോട്ടെ എന്ന് ആദ്യത്തെ ഓവർ 26 റൺ കൊടുത്തിട്ട് അദ്ദേഹം വീണ്ടും ബോൾ ചെയ്ത് വീണ്ടും 20 റൺ കൊടുത്തു, 46 റൺ കൊടുത്തു 2 ഓവറിൽ, ഒരു വിക്കറ്റ് എടുത്തു. അതിനിടയ്ക്ക് ആ വിക്കറ്റ് എടുത്തത് നമ്മൾ മറക്കരുത്. പക്ഷെ തിരിച്ച് നമ്മൾ ബോളിങ്ങിനോട് വരുമ്പം ഈ 8 ഓവറാണ് നമുക്കിപ്പോ ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കുന്നത്. കാരണം ആ സമയത്ത് എന്നും നമ്മുടെ സപ്പോർട്ടായിട്ട് വന്നിരുന്നത് വരുൺ ചക്രവർത്തിയാണ്. പക്ഷെ വരുൺ ചക്രവർത്തി സൗത്ത് ആഫ്രിക്കയായിട്ട് ബോൾ ചെയ്തത് ഒരു സ്കൂൾ ബോയെ പോലെയാണ് ബോൾ ചെയ്തത്. അദ്ദേഹത്തെ ഒരു മില്ലറൊക്കെ ഇരുന്ന് അടിച്ചത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവിടെയാണ് നമ്മുടെ ക്രൂഷ്യൽ. എനിക്ക് ഒന്ന് ഡെഫിനറ്റ് ആണ്, ഇപ്പൊ നമ്മുടെ തിങ്ക് ടാങ്ക് കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ബുംറയ്ക്ക് 1 ഓവർ വന്നിട്ട് ആ ഇടയ്ക്ക് അദ്ദേഹത്തെ കൊണ്ട് 1 ഓവറും കൂടി ബോൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. 2 ഓവർ അദ്ദേഹം പറയുകയാണെങ്കിൽ 7 to 14 അദ്ദേഹത്തിന് വീണ്ടും 1 ഓവർ ബോൾ ചെയ്യിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ടാക്ടിക്കായിട്ടാണ് ഞാൻ കാണുന്നത്. അവസാനം 19ാമത്തെ ഓവറും ബുംറ വന്ന് ബോൾ ചെയ്യുന്നു. അപ്പൊ ഈ ബുംറയെ കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്താൽ ഈ പ്രശ്നം നമുക്ക് തീർക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ ആർഷ്ദീപിനെയും ആ ഇടയ്ക്ക് 1 ഓവർ എറിയിച്ചാൽ ഈ സ്പിന്നേഴ്സ് ആരെങ്കിലും മോശമായാൽ അവരെ കവർ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. വേറൊരു ശരിക്കും എനിക്ക് വിഷമമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാർദിക് പാണ്ഡ്യ നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്ക് ഇത്തവണ ഉയർന്നിട്ടില്ല. സാധാരണ ഹാർദിക്കിന്റെ ആണ് നല്ലൊരു സർജ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഹാർദിക് പാണ്ഡ്യയും നല്ല കോസ്റ്റ്ലിയാണ്. പ്രത്യേകിച്ച് ഈ 7 to 14 ആ ഓവറിൽ ഹാർദിക് പാണ്ഡ്യയും നന്നായിട്ട് അവര് ഡീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ്. അതെനിക്ക് തീർച്ചയാണ് ഗൗതം ഗംഭീർ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. ശ്രീ അജിത് കുമാർ പറയുന്നത്, എവിടെയാണോ ബോളർമാർക്ക് ഒരു വലിയ തോതിൽ ഒരു അടി വരുന്നത്, ആ സമയത്ത് ഈ സ്പിന്നും പേസും എല്ലാം മാറി കൊണ്ടുവന്ന് വലിയൊരു സമ്മർദ്ദം ഇംഗ്ലണ്ടിന് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.